കേരള നിയമസഭയിൽ ഇന്നലെ ഞാൻ പോയിരുന്നു. ആ. നമുക്ക് നിയമസഭ റിപ്പോർട്ടിങ്ങിനുള്ള അനുവാദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ രമേശ് കരുണാകരനും കൂടി ഇന്നലെ ഒന്ന് പോയി. കുറച്ച് സമയം അതിനകത്തിരുന്നു. ഇരുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞങ്ങൾ ചെല്ലുമ്പോൾ ജി സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ജി സുധാകരൻ ശരിക്കും പിണറായി എടുത്തിട്ട് തട്ടുന്നുണ്ട്. എന്തൊക്കെ സുധാകരൻ പ്രസംഗിച്ചു അന്നെല്ലാം പിണറായി ശരിക്കും തട്ടുന്നുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിനെ പുള്ളി തലോടുകയാണ്. പുള്ളി പറയുന്നത് 2016 തുടർഭരണം ഉണ്ടാകാൻ കാരണം 2016 മന്ത്രിസഭയുടെ ഗുണമാണ്, പക്ഷെ അത് പിണറായി സമ്മതിച്ചു തരികയില്ല എന്നാണ്, എന്റെ കഴിവുകൊണ്ടാണ് എന്നുള്ളതാണ് രീതിയിൽ ആണ് അദ്ദേഹം നിൽക്കുന്നത്. അത് പിണറായി സമ്മതിച്ചു തരികയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഈ മുസ്ലിം ലീഗിനെ അങ്ങ് തലോടി. ജിന്നയെ ഇവിടുന്ന് ഓടിച്ചതാണ്. ജിന്നയ്ക്ക് ഇന്ത്യ വിഭജിക്കാൻ യാതൊരു താല്പര്യമില്ല മുഹമ്മദ് അലി ജിന്നയ്ക്ക്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മാടമ്പിമാരും ബൂർഷ്വാകളും എല്ലാം ചേർന്ന് ഓടിച്ചാണ്. അതായത് കോൺഗ്രസ്സുകാരാണ് ഓടിച്ചതെന്നാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അയാൾക്ക് സത്യം പറഞ്ഞാൽ അയാൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നാണ്. അയാൾ അങ്ങനെ ഒരു കടുത്ത ഒരു ഇസ്ലാമിക ജീവിതം നയിച്ചിരുന്ന അല്ലെന്നും പറയപ്പെടുന്നു. അതെ. അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം സി ആർ മഹേഷ് ഒരു 7 മിനിറ്റ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ നല്ല കിടിലം പ്രസംഗം. കഴിഞ്ഞ ദിവസം സജീന്ദ്രൻ നിർത്തിയിടത്തുനിന്ന് ആണ് സി ആർ മഹേഷ് തുടങ്ങുന്നത്. സി ആർ മഹേഷ് പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ, അപ്പം പത്തായത്തിൽ നെല്ലുണ്ട്, എലി പത്തനാപുരത്തു നിന്നും വരുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെ ലഹരി മരുന്ന് വിൽക്കുന്നുണ്ടോ അവിടെ രമേശ് ചെന്നിത്തല ചെന്ന് എല്ലാവരെയും പിടികൂടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനകത്ത് പുള്ളി പറഞ്ഞതിൽ അതിന് പിന്നീട് ഇദ്ദേഹം മറുപടി കൊടുത്തു. ആരാന്നറിയോ? ചാമക്കാല പത്തനാപുരമാണ്. ആ പത്തനാപുരത്തെ എലിയെ ഞങ്ങൾ എലിപ്പത്തായത്തിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹം മഹേഷ് ആദ്യം പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഈ PM ശ്രീ എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നതാണ്. അതായത് ഒരു കഥകിൻ്റെ വിജാഗിരിക്കിടയിൽ വിരൽ പോയാൽ കുടുങ്ങിയ അവസ്ഥയിലാണ്. അങ്ങോട്ടും എടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതെങ്ങനെയും ചെറിയ തോതിൽ നിന്ന് വലിച്ചു ഊരിയെടുക്കാനുള്ള ശ്രമത്തില്ല. നിങ്ങൾ ദൈവത്തെ ഓർത്ത് കുറ്റം പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ രസകരമാണ്. അപ്പോൾ ഈ അതേ ഇടയ്ക്കാണ് നമ്മൾ ഇന്നലെ നടന്ന വേറൊരു സംഭവം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ പി കെ ബഷീർ, അതും PM ശ്രീ ആണ് വിഷയം. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകനല്ലേ? അതെ, സീതി ഹാജിയുടെ മകനാണ്. അദ്ദേഹത്തിന്റെ നർമ്മബോധവും അത് അവതരിപ്പിക്കാനുള്ള ഒരു ഏറനാടൻ ശൈലി, ഭാഷാ ശൈലി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ആ ഭാഷാ ശൈലിയിൽ ഇന്നലെ അദ്ദേഹം വെച്ചൊരു കീച്ചിട്ട് നിങ്ങൾ പറയുന്നത് PM ശ്രീ, നിങ്ങള് അതിനെ അവിടെ കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി നമ്മോട് പറയണ ഏർപ്പാടാക്കുന്നത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെല്ലാം ആപ്പാ, നിങ്ങളെല്ലാം ഉപ്പിട്ട് കൊടുത്ത്, ഞങ്ങളെല്ലാം ഉപ്പിട്ട് കൊടുത്ത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പറയട്ടെ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും, നിങ്ങളെല്ലാം ഒരാൾ ഇത് അപ്പോൾ അതുകൊണ്ട് സാർ ഞാൻ അവസാനിപ്പിച്ചു സാർ. ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാണ് സാർ. അവർ സംഘർഷം ഉണ്ടായിട്ട് ചെയ്താൽ സാർ. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഗവൺമെൻറ് വന്നു, വികസനം വേണം, എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നമ്മളെല്ലാവരുടെയും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു പാർട്ടി വിയോജനമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കണം. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യാതൊരു പ്രയാസമില്ല. ഞാൻ വയനാട്ടിലെ സമയമല്ല, പിന്നെ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കി പിന്നെ അടുത്ത ഡിബേറ്റിലാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളാണ്, നല്ല സുഹൃത്താണ്, നല്ല സൗഹൃദനാണ്, ശുദ്ധനാണ്. പിന്നെ സുധാകരൻ സാറിനോട് ഇങ്ങോട്ടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത് എന്നാണ് എനിക്ക് എന്നോട് മാത്രം പറഞ്ഞുകൊണ്ട് സാർ ഈ ഡിമാൻഡ് പാസ്സാക്കി തന്നെന്ന് അഭ്യർത്ഥിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇതിൻ്റെ ബാപ്പ നിങ്ങളാണ് ആണല്ലോ. എങ്ങനെ നമുക്ക് ചിരിക്കാതിരിക്കുന്നത്? അതായത് നമുക്ക് ഈ തെക്കൻ മധ്യ കേരളവും തെക്കൻ കേരളവും ഉള്ള ആൾക്കാർക്ക് ഈ വടക്കൻ കേരളത്തിലെ ഭാഷ പറയുന്ന രീതിയും അവർ പിന്നെ അതിന് ഫലിതം പറയുന്ന രീതിയും അത് വലിയ രസമാണ്. അപ്പോൾ ഈ പി കെ ബഷീർ പറയുന്നത് ഇതിൻ്റെ ബാപ്പ നിങ്ങളാണ്, അത് ഇപ്പം നിങ്ങളിത് വേണ്ടെന്ന് പറയുന്നു. കൊച്ചുണ്ടാക്കി കഴിഞ്ഞ ശേഷം അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും ലളിതമായ രീതിയിൽ ഒരു വിഷയം അവതരിപ്പിച്ച് അദ്ദേഹം ഫലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇതുകൊണ്ട് കുഴപ്പം പറ്റിയ ആർക്കാന്ന് പറയുമോ? ഇത് വെച്ച് ട്രോള് കാണുക രാഹുൽ മാങ്കൂട്ടത്തെ ഇത് വെച്ച് ചെന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇടത് സൈബർ ഹാൻഡിൽ ഈ വിഷയം കിട്ടി, അവരിതെടുത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ട്രോളാൻ തുടങ്ങി. കാരണം ഈ അബോർഷനൊക്കെ അവിടെയാണല്ലോ നടന്നിട്ടുള്ളത്. അങ്ങനെ പി കെ ബഷീർ മന്ത്രിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞിരുന്നു MLA ആയിരുന്നാൽ മതിയായിരുന്നു, വ്യക്തിപരമായി അദ്ദേഹത്തിന് മന്ത്രിയായ ഗുണമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രോളുകൾ നമുക്ക് കിട്ടൂലല്ലോ എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ബഷീർ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനൊരു രക്ഷയും കാണില്ല.
സീതി ഹാജിക്കാളും വേറൊരു ലൈനാണ്. രണ്ടുപേരും തമാശയൊക്കെ പറയുമെങ്കിലും പുള്ളി വേറൊരു അറ്റാക്കിങ് മൂഡാണ്. സീതി ഹാജി കുറച്ചുകൂടെ തമാശ ലൈനിൽ നിൽക്കുകയുണ്ടായിരുന്നു. അപ്പം സീതി ഹാജി പണ്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും നായനാരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയതോടുകൂടി ബ്രിട്ടീഷുകാരന്മാർ ഇവിടെ നിന്ന് ഓടിയത്. അത് നമ്മുടെ ശ്രീനിവാസൻ സിനിമകൾ പോലാണ്. സ്വയം ശ്രീനിവാസൻ സിനിമകളുടെ ഒരു പ്രത്യേകത അറിയാലോ, മമ്മൂട്ടിയോ മോഹൻലാലോ നായകനായിക്കോട്ടെ, പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കഥാപാത്രം ശ്രീനിവാസൻ. അതെ അതെ അതെ. അത് ഏത് സിനിമകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക, ആ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് വന്ന് കയ്യടി വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരാൾ ശ്രീനിവാസൻ. ഇത് തന്നെയാണ് ബാലേന്ദ്ര മേനോനും. അതെ, ബാലേന്ദ്ര മേനോൻ്റെ സിനിമകളിലും അദ്ദേഹം നായകന്മാരെയും വില്ലന്മാരെയും എല്ലാം റെഡിയാക്കി വെക്കും. പക്ഷേ ഇതിനകത്ത് കയ്യടി മേടിച്ചുകൊണ്ട് പോകാനായിട്ട് ബാലേന്ദ്രൻ അവസാനം ഇറങ്ങും, അല്ലെ ഇടവേളയാകുമ്പോൾ ഇറങ്ങും, അല്ലെ തുടക്കം മുതൽ കാണും എന്ന് പറഞ്ഞതുപോലെയാണിത്. അപ്പോൾ ഈ ഇതിനകത്ത് ഇപ്പം നമ്മുടെ പി കെ ബഷീർ എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഷംസുദ്ദീനും നമ്മൾ ഉദ്ദേശമല്ല, മോശമല്ല. ഷംസുദ്ദീനും കഴിഞ്ഞ ദിവസം അവരെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇവരെ ഈ ബഷീർ പറഞ്ഞ കൂട്ടത്തിൽ വേറെ കാര്യം കൂടെ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലല്ല ഞങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ ഈ പ്രദേശ നേതാവിൻ്റെ വിമാനം കിട്ടാതാക്കിയ ഉദ്യോഗസ്ഥനെ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അതും അതെ, പ്രതിപക്ഷ നേതാവിൻ്റെ ആളാണ്, സ്വന്തം ആള്, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ് ഈ വിമാനം ഇല്ലാതാക്കുകയും ചെയ്തത്. സ്വന്തം പാർട്ടിക്കാരും വിശ്വസ്തനായതുകൊണ്ടാണ് ഡൽഹിയിൽ തന്നെ നിയോഗിച്ചത്, ചുമതല കൊടുത്ത്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ പോയെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ സമ്മേളനം തീരുന്ന ദിവസം അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ണോടിക്കുമ്പോൾ സത്യത്തിൽ വലിയ പരിതാപകരമാണ്. പ്രതിപക്ഷത്ത് സംസാരിക്കാൻ ആളില്ല. ഇങ്ങനെ പോകുകയാണെങ്കിൽ 1-2 നിയമസഭാ സമ്മേളനം കൂടെ ആകുമ്പോൾ നമുക്ക് പിണറായിയുടെ അടുത്ത് സഹതാപതരംഗം ഉണ്ടാവുമെന്ന് സംശയം. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കിടന്ന് 10-82 ദിവസം ഒരാൾ കിടന്ന് ചുമക്കുകയാണ് എല്ലാം കൂടെ. മറ്റൊരു നോക്കി അവരെന്ത് പറയാൻ, ബാലോ വാർന്നു കഴിഞ്ഞ് വാ തുറന്നാൽ അടുത്ത സെക്കൻഡ് വി ഡി സതീശൻ്റെ മറുപടി ആയിരിക്കും. പിന്നെ അത് ഇദ്ദേഹത്തിന് ബാലൊന്നും പറയാനും പറ്റില്ല. അതാണ് പിന്നെ ഈ അവരുടെ പ്രതിപക്ഷ ബെഞ്ചിൽ നമ്മൾ നോക്കിയിട്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നവരില്ല. ഇപ്പോൾ പിണറായി എണീറ്റ് എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിക്കുന്ന വിഷയത്തെ അപ്പം തന്നെ ഒന്നീ മുഖ്യമന്ത്രി മറുപടി കൊടുക്കും, അല്ലെങ്കിൽ അതാത് വകുപ്പ് മന്ത്രിമാർ മറുപടി കൊടുക്കും. അതോടുകൂടി പിണറായിയുടെ കാറ്റ് പിന്നെ അവിടെ തീരുക. മറുപടി പറഞ്ഞ പ്രശ്നം അവസാനിക്കുകയാണ്. പിന്നെ മറുചോദ്യം ഇല്ല അവിടെ. പിന്നെ പിണറായി ബീഹാറെ പഠനം ഞങ്ങളങ്ങ് തീർന്നു പോകുന്നു നിങ്ങൾ കരുതരുത്, അമ്മാതിരി ചിന്ത വേണ്ടെന്നൊക്കെ തൽക്കാലം പിടിച്ചിരിക്കാൻ വേണ്ടി തറ വീണ് കിടക്കുമ്പോഴും അവിടുന്ന് അഭ്യാസം കാണിക്കണമെന്ന് പറയില്ല. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് യഥാർത്ഥ സംഭവം എന്താണ്, ഇവർ തുടങ്ങി വെച്ച കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താണ് തുടങ്ങി വെച്ചത്, അവരന്ന് തുടങ്ങി വെച്ച സമയത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു, ഈ സർക്കാർ അതിൻ്റെ തുടർച്ചയാണല്ലോ. 2016 തുടർച്ചയാണ് 2021, അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ 2016 കഴിഞ്ഞ് 21 മുന്നണി മാറിയില്ല, ഭരണം മാറിയില്ല. അപ്പോൾ പക്ഷേ എന്ത് പറ്റുന്നു, ഈ 26 ഭരണം മാറുമ്പോഴും 21 തുടങ്ങിയ ഭരണത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇത് പോകുന്നത്. ഇനി ഇവരുടെ ഭരണം ശരിക്കും തുടങ്ങണമെങ്കിൽ ഒരു 2 വർഷം പിടിക്കും. അതെ, കാര്യം ഇതെല്ലാം തുടർച്ചയാണ്, എല്ലാം മന്ത്രിസഭകളും മറ്റതിൻ്റെ തുടർച്ചയാണ്. അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാലോ ഒരു തുടർച്ചയാണ്. അടുത്ത ഷിഫ്റ്റ് വരുന്ന ആളാണ് ഇതിൻ്റെ കൈമാറുന്നത്, അയാൾ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ മന്ത്രിസഭകളും തുടർച്ച തന്നെയാണ്. പക്ഷേ ഈ വലിയ തോതിലുള്ള വൃത്തികളും അബദ്ധങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയതിന് ശേഷം പിന്നെ അടുത്ത് വരുന്നവന് 1 മാസം ഭരിക്കുന്ന നേരത്ത് ഇതെല്ലാം നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് പറയുന്നിടത്താണ് അതിൻ്റെ അപകാശത. അതുകൊണ്ട് തന്നെയാണ് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഇവിടുത്തെ CPM-ൻ്റെ അണികളും നേതാക്കളും അവരുടെ സൈബർ സഖാക്കളും അവരെല്ലാം സത്യത്തിൽ അവരെല്ലാം ഇരുത്തിക്കളഞ്ഞു. ഇവർക്കാർക്കും ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല. ഇവർക്ക് സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ നാണോ മാനോ ഇല്ല. ഇതിപ്പോൾ ഇന്നലെ വരെ അവർ PM ശ്രീ ഒപ്പിട്ടിട്ട് ഇന്നലെ വരെ ഇന്ന് അങ്ങോട്ട് മാറി ഇന്നത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിനകത്തെ ഒരു അവർക്ക് തന്നെ അറിയാം, നാട്ടുകാരുടെ മുന്നിൽ അവകാശരാവുകയാണെന്നുള്ള പാർട്ടിക്കാർക്കറിയാം. മനുഷ്യരില്ല, സമൂഹത്തിൽ ജീവിക്കുന്നവരല്ല. പക്ഷെ അവർക്ക് അവരുടെ വഴിയില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ന്യായീകരിക്കുക. ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ നിന്ന് പറയണമല്ലോ, ഒന്നും പറയാനുമില്ല. എന്തെങ്കിലും എണീറ്റെന്ന് പറഞ്ഞാൽ അവർ അടിച്ച് നിരപ്പാക്കാൻ ചെയ്യും. അന്ന് അടി കൊണ്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ എണീറ്റ് എന്തെങ്കിലും വിവരക്കാരെ വിളിച്ച് പറയാൻ അവർ ചിന്തിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കെ രാജൻ സ്പീക്കറുടെ അടുത്ത് പറഞ്ഞു, സ്പീക്കർ ചില ഇടപെടലുകൾ ട്രോളുകൾക്ക് ഇടയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വളരെ കർശനമായ രീതിയിലുള്ള നിലപാട്. ചെയറിനെ നിങ്ങൾ അവഹേളിക്കരുത്. അതെ, ചെയറിനെ നിങ്ങൾ അവഹേളിക്കരുത് 2 വട്ടം അദ്ദേഹം. കാരണം അത് എന്താ പറ്റിപ്പോയെ, തിരുവഞ്ചൂർ വലിയ സംഭവമായി മാറി. തിരുവഞ്ചൂർ ഈ ഇത്രയും നാൾ ട്രോളന്മാരുടെ ഇഷ്ടവിഭവമായിരുന്നു. തിരുവഞ്ചൂർ ഇരയായിരുന്നു ആ ട്രോളിനകത്ത്. ഇപ്പോൾ വരുന്ന ട്രോളിനകത്ത് അദ്ദേഹം നായകനാണ്. അപ്പം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്
ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയ ആളാണ് അദ്ദേഹം. അതിൽ എനിക്ക് ഏറ്റവും രസകരമായ ഒരു സംഭവം, ഈ ഷാലു മേനോൻ്റെ വീട്ടിൽ കരിക്ക് കുടിക്കാൻ പോകും. ഷാലു മേനോൻ്റെ വീട്ടിൽ കരിക്ക് കുടിക്കാൻ പോയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുവഴി ഇങ്ങനെ പോരുമ്പോൾ എന്നെ ഒരാൾ കയ്യാട്ടി വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഇത് നടിയാണ്, തൃപ്പൂണിത്തറ അരവിന്ദാക്ഷൻ്റെ കൊച്ചുമോളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളിത് കുടിച്ചു, ഇത്രയേ ഉള്ളൂ. അന്നിറങ്ങിയ ട്രോളാണ്, ഇയാളെന്താ ബലിക്കാക്കയാണോ കൈകൊട്ടി വിളിച്ചാൽ ഉടനെ വന്ന് കയറാൻ. പുള്ളിയുടെ രീതി വെച്ച് കോട്ടയത്ത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയും, അങ്ങനെ പുള്ളിക്ക് ഔപചാരികതയൊന്നുമില്ല, ആര് വിളിച്ചാലും പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊരു പ്രൈമറി സ്കൂൾ, ഒരു നഴ്സറി സ്കൂളിൻ്റെ വാർഷികത്തിന് വിളിച്ചാലും പോലും പുള്ളി പോകും. അതിനൊന്നും യാതൊരു മടിയില്ല. നസ്രിയയുടെ പേര് പറയാൻ പെട്ട പാട് പുള്ളിക്കറിയാം. നസ്രിയ, നാസർ, നാസിം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇതാ. പക്ഷേ ഇത്തവണ നമ്മൾ വിചാരിച്ചു നിയമസഭയിൽ ഒരേ പേരുകാർ ഒരുപാടുണ്ട്. നമ്മളത് അന്ന് ചർച്ച ചെയ്താണ് ഈ വിഷയം. പറയാൻ ബുദ്ധിമുട്ടുള്ള പേരുകളുമുണ്ട്. ഇവിടെ ഈ തിരുവഞ്ചൂർ കിടന്ന് ഓടിപ്പാഞ്ഞ് അദ്ദേഹത്തിന് കുഴപ്പം വരും എന്നാണ് നമ്മൾ. പക്ഷേ തിരുവഞ്ചൂർ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. ഈ കോൺഗ്രസിന്റെ ഈ നിലവിലുള്ളവരിൽ മുഖ്യമന്ത്രിയായ യോഗ്യമുള്ള ആളാണ് അദ്ദേഹം. അതെ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവുള്ള എല്ലാ യോഗ്യതകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാനും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംഭവം. അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ നേട്ടം. അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി മരിച്ചു പോവുകയും ചെയ്തു. എങ്കിലും തിരുവഞ്ചൂരിന് കിട്ടിയതിലേക്കും ഞാൻ വിചാരിക്കുന്ന മന്ത്രിയായിരുന്നേക്കാളും ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു പെർഫോമൻസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കാരണം ആ സ്പീക്കർ വളരെ ലൈവാണ്. അദ്ദേഹം കസേര ഇരിക്കുന്നതും ഷാനിമോൾ ഉസ്മാൻ ഇരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചെയറിൽ ഇവരാരാണ്, ഇന്നലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഷാനിമോൾ ഉസ്മാനാണ് ചെയറിലുള്ളത്. പക്ഷെ ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എനർജറ്റിക്കാണ്. അദ്ദേഹം ഇടപെടുന്ന ശൈലിയാണ്. അദ്ദേഹം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ്. അപ്പം ആർക്കും അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും പറ്റില്ല. എല്ലാവരോടും അദ്ദേഹം വ്യക്തിപരമായ വലിയ സ്നേഹമുള്ള മനുഷ്യനാണ് അദ്ദേഹം. എന്താണെങ്കിലും വളരെ സമ്മിശ്രമായ ഒരു നിയമസഭാ സമ്മേളനമാണ്. അതിന് പി.കെ. ബഷീർ മന്ത്രിയായിട്ടും പഴയ MLA പോലെ വീണ്ടും താരമായി മാറുകയാണ്. നിങ്ങൾക്കൊരു ആശ്വാസമാട്ടെന്ന് കരുതി തമാശ പറയുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. ഇടയ്ക്ക് ഫലിതം പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ആയിക്കോട്ടെന്ന് കരുതിയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ബഷീർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോരുത്തരുടെ ഊഴം വരുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വകുപ്പിലെ ചർച്ചയ്ക്ക് വരുമ്പോഴായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ ഉപധനാഭ്യർത്ഥനകളല്ലേ.